ഫ്രണ്ട്സ്, വെൽക്കം ടു ചാനൽ. അപ്പോൾ നമ്മളിന്ന് പറയാൻ പോകുന്നത് നമുക്ക് എക്സ്പെൻസ് കുറച്ചിട്ട് നമ്മുടെ സേവിങ്സ് കൂട്ടാന്നുള്ള കുറച്ച് കോമൺ ആയിട്ടുള്ള ഫേമസ് ആയിട്ടുള്ള കുറച്ച് റൂളുകളുടെ കാര്യമാണ്, അതായത് മെത്തേഡുകളുടെ കാര്യമാണ്. നിങ്ങൾക്ക് ആക്ച്വലി നമ്മുടെ നോർമൽ ആയിട്ടുള്ള നമ്മുടെ ലൈഫ് സ്റ്റൈലിൽ നമുക്ക് ഈ സാധനം ഇംപ്ലിമെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ആവശ്യമില്ലാത്ത എക്സ്പെൻസുകൾ ഉണ്ടല്ലോ, നമുക്ക് ഇഷ്ടം പോലെ ആവശ്യമില്ലാത്ത എക്സ്പെൻസ് ഉണ്ട്. ജസ്റ്റ് ഒന്ന് ഒരു മാസത്തെ കഴിഞ്ഞ മാസത്തെ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും അതെങ്ങനെ നമുക്ക് കുറയ്ക്കാം. കുറച്ച് റൂളുകളാണ് ഇത്, ഫേമസ് ആയിട്ടുള്ള സക്സസ്ഫുൾ ആയിട്ടുള്ള ഫൈനാൻഷ്യലി സക്സസ്ഫുൾ ആയിട്ടുള്ള ആൾക്കാരൊക്കെ ഫോളോ ചെയ്യുന്ന റൂളുകളാണ്. അതായത് സിമ്പിൾ സംഭവമാണ്, വലിയ ഇഡിയോട്ട് സംഭവമൊന്നുമല്ല. അപ്പോൾ എന്തായാലും നമുക്ക് വീട്ടിലേക്ക് കിടക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഒരു സേവിങ്സ് നമ്മുടെ ആവശ്യമില്ലാത്ത നിങ്ങൾക്ക് അറിയിക്കും. ഇപ്പം മെജോറിറ്റി ആൾക്കാരായാലും മന്തിൻ്റെ ആകുമ്പോൾ കയ്യിൽ കാശൊന്നും ഉണ്ടാവില്ല, കീശ കാലി ഉണ്ടാവും, പിന്നെ നമ്മൾ കടം വാങ്ങിച്ചിട്ടൊക്കെ ആയിരിക്കും ജീവിക്കുന്നുണ്ടാവുക. അപ്പോൾ നിങ്ങൾക്ക് ആ സംഭവങ്ങളൊക്കെ ഇതുകൊണ്ട് നിർത്താൻ പറ്റും, ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ. അപ്പോൾ എന്തായാലും നമുക്ക് പോയിന്റ്സിലേക്ക് പോകാം. കുറച്ച് പോയിന്റ്സ് ഞാൻ ഇവിടെ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, അപ്പോൾ ഞാൻ ജസ്റ്റ് അത് നോക്കിയിട്ട് അതിൻ്റെ എക്സ്പ്ലനേഷൻ കാര്യങ്ങളൊക്കെ ചെയ്യാം. അപ്പോൾ എന്തായാലും നമുക്ക് വീട്ടിലേക്ക് കിടക്കാം. അപ്പോൾ അതിന് മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണാനാണെങ്കിൽ എൻ്റെ പേര് അജയ്, ഞാനൊരു ഫൈനാൻഷ്യൽ അനലിസ്റ്റ് ആണ്. നമ്മുടെ ടെക്കിലും ഫിനാൻസിലും എക്സ്പീരിയൻസ് ആണ്, ക്വാളിഫൈഡ് ആണ് കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ 2 മെയിൻ ചാനൽസ് മാത്രമേ പോയി കണ്ടുനോക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ഫ്രണ്ട്സിലേക്ക് നമ്മൾക്ക് ഒന്ന് ഷെയർ ചെയ്യുക മറക്കണ്ട. ഞാൻ ആക്ച്വലി നമ്മളിന്ന് പോക്കറ്റ് 3 ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഞാൻ മിറർലെസ് ക്യാമറയിലെല്ലാം ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ റീസെൻ്റ് ഞാൻ നമ്മുടെ DJIൻ്റെ പോക്കറ്റ് 3 വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ക്വാളിറ്റി എങ്ങനെയുണ്ടെന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട കേട്ടോ. അപ്പോൾ എന്തായാലും ഞാൻ കുറച്ച് പോയിന്റ്സുകൾ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ നമുക്ക് ഇപ്പോൾ ഓരോ പോയിന്റ് വൈസ് ആയിട്ട് പോകാം. അതിൽ ആദ്യത്തെ പോയിന്റ് എന്ന് പറയുന്നത് നമ്മുടെ 24 മണിക്കൂർ, അതായത് 24 അവർ ഷോപ്പിംഗ് പോസ്റ്റ്പോൺ റൂൾ. അതായത് നിങ്ങൾക്ക് അറിയിക്കും, നമ്മൾ നോർമലി ഇപ്പോൾ എന്തെങ്കിലും സാധനങ്ങളൊക്കെ നമുക്ക് അട്രാക്റ്റീവായിട്ട് കണ്ടു കഴിഞ്ഞാൽ മെജോറിറ്റി ആൾക്കാരും അത് വാങ്ങിച്ചിട്ട് പിന്നെ കുറച്ച് കഴിഞ്ഞാൽ റിഗ്രറ്റ് ചെയ്യുക. അങ്ങനത്തെ ആൾക്കാർ ഇഷ്ടം പോലെ ഉണ്ട്, ഇൻക്ലൂഡിങ് ഞാൻ. അപ്പോൾ ഞാൻ ഇതുപോലെ തന്നെ നമുക്കിപ്പോൾ കുറേ പേർക്ക് ഗാഡ്ജറ്റ് ബ്രാൻഡ് ഉണ്ടായിരിക്കും, കുറേ പേർക്ക് കോസ്റ്റ്യൂം അല്ലെങ്കിൽ ഡ്രസ്സ് ബ്രാൻഡ് ഉണ്ടായിരിക്കും, കുറേ പേർക്ക് കോസ്മെറ്റിക് ബ്രാൻഡുകൾ ഉണ്ടായിരിക്കും, കുറേ പേർക്ക് ഇപ്പം എന്താ പറയുക ജ്വല്ലറി, അങ്ങനത്തെ സംഭവം ഇഷ്ടമുള്ള ഓരോരുത്തർക്കും ഓരോ ഇഷ്ടങ്ങൾ സംഭവമൊക്കെ ഉണ്ടായിരിക്കുമല്ലോ. അപ്പോൾ ഇപ്പം എൻ്റെ കാര്യം എക്സാമ്പിളായിട്ട് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഞാൻ റീസെൻ്റ് കഴിഞ്ഞ മാസം തന്നെ ഞാൻ 2 G-Shock, എനിക്ക് G-Shock ക്യാഷ് വാച്ചുകൾ കുറച്ച് ബ്രാൻഡുള്ളതാണ്, 2 G-Shock ഞാൻ വാങ്ങിച്ചത്. ഞാൻ ഒരെണ്ണോട് ഇന്നൊരു വാങ്ങിക്കാൻ നോക്കിയപ്പോൾ തെറിയിട്ടിട്ടാണ്, പിന്നെ തെറിയിട്ടിട്ടാണ് ഞാൻ നിർത്തി വെച്ച് ഇതേ റൂൾ അപ്ലൈ ചെയ്തിട്ടാണ് ഇപ്പോൾ വെച്ച് നിർത്തിക്കൊണ്ടിരിക്കുന്നത്. അതായത് ഒരു ഗോൾഡൻ കളർ G-Styling കൂടി ഞാൻ നോക്കിയിട്ടുണ്ടായിരുന്നു. എന്താ വെച്ചാൽ ഫ്ലിപ്കാർട്ടിൽ ഓഫറും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. നമുക്ക് കാണുമ്പോൾ നമ്മളെല്ലാവരും സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ കറക്കിക്കൊണ്ടിരിക്കുന്ന ആൾക്കാരാണല്ലോ, അത് കാണുമ്പോൾ അട്രാക്ഷൻ അത് നോർമലാണല്ലോ. അപ്പോൾ ഈ റൂളൊന്ന് നിങ്ങളൊന്ന് അപ്ലൈ ചെയ്ത് നോക്കി നോക്കുക. അതായത് 24 മണിക്കൂറിലേക്ക് അതൊന്ന് പോസ്റ്റ്പോൺ ചെയ്ത് വെച്ച് നോക്കുക. ഇപ്പോൾ എക്സാമ്പിളായിട്ട് നമ്മളൊരു കടയിൽ പോകുമ്പോൾ ഒരു വാച്ചിൻ്റെ കേസിന് എടുക്കാം, ഒരു ഷോപ്പിംഗ് മാളിൽ പോയി ഒരു വാച്ച് കണ്ടു, അപ്പം തന്നെ കുറേ പേരൊക്കെ ഇഷ്ടമായിട്ട് അപ്പം തന്നെ ചാടി കയറി വാങ്ങിക്കും. അതിന് പകരം നിങ്ങൾ ആ സാധനം 24 മണിക്കൂറിലേക്ക് ഒന്ന് പോസ്റ്റ്പോൺ ചെയ്ത് വെച്ച് നോക്കുക. അതായത് 24 മണിക്കൂർ കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ആ സാധനം വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വാങ്ങണമെങ്കിൽ വാങ്ങിക്കാം. അതായത് ഈ റൂൾ അനുസരിച്ച് മെജോറിറ്റി ആൾക്കാർക്കും ഇത് പെട്ടെന്ന് കാണുമ്പോൾ ഒരു ഇഷ്ടം അല്ലെങ്കിൽ ഒരു അട്രാക്ഷൻ സംഭവമൊക്കെ ഉണ്ടായിരിക്കുമല്ലോ, അത് മാത്രമേ ഉണ്ടാവുള്ളൂ. കുറച്ച് മണിക്കൂറുകൾ കഴിയുമ്പോൾ അത് അവർ വിടും, അപ്പോൾ അതങ്ങനെ ക്യാൻസലായി പോവും. ആ സംഭവം ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ പറയുന്നത്. ഇത് കുറേ സാധനത്തിൽ വർക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ. ഞാനിത് ഈ റൂൾ ഫോളോ ചെയ്തിട്ടാണ് ഇപ്പോൾ ആ സാധനം പോസ്റ്റ്പോൺ ചെയ്ത് വെച്ചേക്കുന്നത്. പക്ഷേ ഒരു 24 അവറിലാണ് ഞാൻ പോസ്റ്റ്പോൺ ചെയ്തേക്കുന്നത്, ഒരു മാസത്തേക്കാണ് പോസ്റ്റ്പോൺ ചെയ്തേക്കുന്നത്. അത് നമുക്ക് ഡിപ്പെൻഡ്സ് അപ്പോൾ നമ്മുടെ എന്താ പറയുക അത്രയ്ക്കും ആഗ്രഹമുണ്ട്, അതിനനുസരിച്ച് നമുക്ക് ആ സാധനം അതിൻ്റെ ടൈം പീരീഡ് കൂട്ടാട്ടോ. രണ്ടാമത്തെന്ന് പറയുന്നത് നമ്മുടെ ക്യാഷ് ഓൺ റൂളാണ്. അതായത് നിങ്ങൾക്ക് അറിയുമ്പോൾ ഇപ്പോൾ UPI ക്രെഡിറ്റ് കാർഡുകളും എന്താ പറയുക ക്രെഡിറ്റ് കാർഡുകളൊക്കെ വന്നതിന് ശേഷം നമ്മുടെ എക്സ്പെൻസ് ഇഷ്ടം പോലെ കൂടി. ഞാൻ തന്നെ നമ്മുടെ UPI ക്രെഡിറ്റ് കാർഡ് എടുത്തിട്ട് നമ്മൾ നല്ലപോലെ എക്സ്പെൻസ് വരുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതേ സ്ഥിതി തന്നെയാണ് എല്ലാവർക്കും. UPI ക്രെഡിറ്റ് കാർഡ്സ് സാധനം കിടിലൻ സംഭവങ്ങളൊക്കെയാണ് പറഞ്ഞിട്ട്, പക്ഷേ നമുക്ക് ഭയങ്കര യൂസ്ഫുൾ ആണ്, നമുക്ക് റിവാർഡും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. പക്ഷേ ഈ സാധനം വന്നതിന് ശേഷം നല്ലപോലെ എക്സ്പെൻസ് കൂടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ സാധനം ഒഴിവാക്കിയിട്ട് ക്യാഷ് ഓൺലി, അതായത് ഒരു വീക്കിലേക്ക് നിങ്ങളൊരു ക്യാഷ് എടുത്ത് വെക്കുക, മന്ത്ലി ക്യാഷ് എടുത്ത് വെച്ചിട്ട് അത് ചിലവാക്കുക. അങ്ങനെ ചെയ്താണെങ്കിൽ നല്ല പോലെ ക്യാഷ് നമ്മുടെ ആ എക്സ്പെൻസ് കുറയും കേട്ടോ. പ്രത്യേകിച്ച് അൺവാണ്ടഡ് സാധനങ്ങൾ ഭയങ്കരമായിട്ട് കുറയും. എന്താ വെച്ചാൽ ഇപ്പം എല്ലായിടത്തും QR കോഡ് സ്കാൻ ചെയ്യുക, ആവശ്യമുള്ള സാധനങ്ങൾ QR കോഡ് സ്കാൻ ചെയ്യുക. മറ്റത് നമ്മുടെ കാശില്ലെന്ന് പറഞ്ഞാൽ നമ്മൾ ചിലപ്പോൾ അത് ക്യാൻസൽ ചെയ്ത് പോകും. അപ്പോൾ അങ്ങനത്തെ കുറേയൊക്കെ സംഭവങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ ക്യാഷ് ഓൺലി റൂൾ ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. രണ്ടാമത്തെ റൂൾ അതാണ്. ഇനി മൂന്നാമത്തെ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ എന്താ പറയുക സബ്സ്ക്രിപ്ഷൻസ്, കുറേ എന്താ പറയുക അൺനെസസറി ഇൻവിസിബിൾ സബ്സ്ക്രിപ്ഷൻസ് ഉണ്ടായിരിക്കും, അതൊക്കെ കട്ട് ചെയ്യാം. അതുപോലെ തന്നെ നമ്മുടെ ഇപ്പോൾ നെറ്റ് വൈഫൈ സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ, എല്ലാവരും വീട്ടിലുണ്ടായിരിക്കും ഇപ്പോൾ വൈഫൈ ഫൈബറിൻ്റെ സാധനം. അത് നിങ്ങൾക്ക് കുറേ പേരൊക്കെ ഹൈ എൻഡ് പ്ലാനൊക്കെ എടുത്തിട്ടുണ്ടാവുക, ഒരു ആവശ്യം ഉണ്ടാവില്ല. നിങ്ങളുടെ നീഡ് അനുസരിച്ചുള്ള പ്ലാൻ മാത്രം എടുക്കുക. ഒരു നോർമൽ വീട്ടിലൊക്കെ ആണെങ്കിൽ 30 MB പ്ലാനൊക്കെ ധാരാളമാണ്. കുറേ പേരൊക്കെ 2000-ൻ്റെ 3000-ൻ്റെ ഒക്കെ പ്ലാൻ ചുമ്മാ എടുത്ത് വെച്ചൊക്കെയാണ്, ഒരു ആവശ്യം ഉണ്ടാവില്ല. അപ്പോൾ നിങ്ങളുടെ നീഡ് അനുസരിച്ചിട്ട് ആ സബ്സ്ക്രിപ്ഷൻ കുറയ്ക്കുക. നെറ്റ്ഫ്ലിക്സ് സംഭവങ്ങളൊക്കെ കുറേ പേര് എല്ലാ സാധനവും സബ്സ്ക്രിപ്ഷൻ എടുക്കുന്ന ആൾക്കാരുണ്ട്. അത് നിങ്ങൾ ഫുൾ ടൈം നെറ്റ്ഫ്ലിക്സിലും സംഭവമൊന്നും കണ്ടുകൊണ്ടിരിക്കില്ലല്ലോ, കാരണം നഷ്ടമാണ്. ഞാൻ തന്നെ എൻ്റെ ആകെ ഹോട്ട്സ്റ്റാറിൻ്റെ സബ്സ്ക്രിപ്ഷൻ മാത്രമേ ഉള്ളൂ, ബാക്കി ഒന്നുമില്ല. ബാക്കി വല്ലപ്പോഴും നല്ല സിനിമകളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഒരു മാസത്തേക്ക് എടുക്കുക, അങ്ങനെ ഞാൻ ചെയ്യാറ്. അല്ലാത്ത പക്ഷേ ഞാൻ എടുക്കാറില്ല. എന്ന് വെച്ചാൽ ഇപ്പോൾ ആമസോൺ പ്രൈമിൻ്റെ ഒക്കെ 1500 രൂപ കൂടിയെന്നുണ്ട്. ഇപ്പോൾ 1500 രൂപ നിങ്ങളൊരു മാസം ഒരു കൊല്ലത്തേക്ക് ഒന്ന് സെറ്റ് ചെയ്ത് ഒരു ട്രൈ നോക്കി നോക്കുക, എത്ര രൂപ കയ്യിൽ നിന്ന് പോകുന്നുണ്ട്. അതുപോലെ തന്നെ സോണി ലൈവ്, നെറ്റ്ഫ്ലിക്സ്, ആമസോൺ പ്രൈം, പിന്നെ ഹോട്ട്സ്റ്റാർ ഇഷ്ടംപോലെ ഉണ്ടല്ലോ, Z5,
ഇതെല്ലാം കൂടി ആകുമ്പോൾ എത്രയാവുമെന്ന് കാൽക്കുലേറ്റ് നോക്കി നോക്കുക. അപ്പോൾ തന്നെ നിങ്ങൾ നിർത്തുട്ടാ. അപ്പോൾ ഇതാണ് നമ്മുടെ മൂന്നാമത്തെ സംഭവം ഉണ്ട് കേട്ടോ. അതായത് നാലാമത്തെ എന്ന് പറയുന്നത് നമ്മുടെ പുറത്തുനിന്ന് കഴിക്കുന്ന സംഭവങ്ങൾ കുറയ്ക്കുക. നിങ്ങൾക്കറിയും നല്ല പോലെ ഇൻഫ്ലേഷൻസ് നമ്മുടെ ഫുഡിലൊക്കെ ഭയങ്കരമായിട്ട് കൂടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഇപ്പോൾ എക്സാമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബിരിയാണിയുടെ കേസ് തന്നെ എടുക്കാം. 160 രൂപ 150 രൂപ ഉണ്ടാകുന്ന സാധനം ഇപ്പോൾ 260 രൂപ 270 രൂപയ്ക്കാണ് സാധാ റെസ്റ്റോറൻറ്റിൽ. അപ്പം അമ്മാരി പ്രൈസാണ് കൂടിക്കുന്നത്. അപ്പോൾ നിങ്ങളൊരു 3 ദിവസം ഹോട്ടലിൽ നിന്ന് കഴിച്ചാലുള്ള എക്സ്പെൻസ് ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിയേക്കുക. അത് നിങ്ങൾക്ക് കട്ടൗട്ട് ചെയ്ത് അത് കുറയ്ക്കാൻ പറ്റിക്കഴിഞ്ഞാൽ തന്നെ ഭയങ്കരമായിട്ട് നിങ്ങൾക്ക് സേവ് ചെയ്യാൻ പറ്റും കേട്ടോ. അതാണ് അടുത്തത്. അത് ഞാൻ അടുത്തെന്ന് പറയുന്നത് നമ്മുടെ ലൈഫ് സ്റ്റൈലിൽ കുറേ ഇൻഫ്ലേഷൻസ് ഉണ്ട്. അൺവാണ്ടഡ് സാധനങ്ങളൊക്കെ ആയിട്ടുള്ള കുറേ ലൈഫ് സ്റ്റൈൽ ഇൻഫ്ലേഷൻസ് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമുക്ക് കുറേ സംഭവങ്ങളൊക്കെ സേവ് ചെയ്യാൻ പറ്റും. അടുത്തെന്ന് പറയുന്നത് നമ്മളൊരു ബഡ്ജറ്റ് സെറ്റ് ചെയ്യുക. എക്സാമ്പിളായിട്ട് നമുക്കിപ്പോൾ ഒരു റൂൾ ഉണ്ട്, 50-30-20 റൂൾ എന്ന് പറഞ്ഞ സംഭവം. ഇതിൻ്റെ റൂൾ നമ്മൾ ഓൾറെഡി വീഡിയോ ചെയ്തിട്ടുണ്ട്. അതായത് 50% നിങ്ങളുടെ ഇൻകം കിട്ടുമ്പോൾ അതുമ്പോൾ ഈ റൂൾ ഇംപ്ലിമെൻറ്റ് ചെയ്യുക. അതായത് 50-30-20. 50% നിങ്ങളുടെ നീഡ്സുകൾക്ക് വേണ്ടിയിട്ടും 30% നിങ്ങളുടെ വാണ്ട്സുകൾക്ക് വേണ്ടിയിട്ടും 20% സേവ് ചെയ്യാനും. അപ്പോൾ അതിൽ തന്നെ നിങ്ങൾക്ക് ഇപ്പോൾ ഒരു ഫണ്ട് ബഡ്ജറ്റ് സെറ്റ് ചെയ്യാൻ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ എൻ്റർടൈൻമെൻറ്റിന് ഇത്ര ബഡ്ജറ്റ് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ബഡ്ജറ്റിലുള്ള സാധനം ചിലവാക്കാം. അല്ലാണ്ട് ഇതെല്ലാം സേവ് ചെയ്യണമെന്നൊന്നും ആരും പറയുന്നില്ല. എന്ന് വെച്ചാൽ നമ്മൾ മനുഷ്യരാണ്, നമ്മൾ അപ്പോൾ അടിച്ച് പോകുന്നൊന്നും പറയാൻ പറ്റില്ല. അപ്പോൾ ജീവിക്കേണ്ട സാധനം ജീവിക്കേണ്ട വേണം. എന്താ പറയുക, എൻ്റർടൈൻമെൻറ്റ് സമയത്ത് എൻ്റർടൈൻമെൻറ്റ് വേണം ചെയ്യണം, നിങ്ങൾക്ക് ഇഷ്ടമുള്ള സാധനങ്ങൾ വാങ്ങിക്കണം. പക്ഷേ അതിനൊരു ബഡ്ജറ്റ് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതുപോലെ തന്നെ ഓവർ സ്പെൻഡിങ് ഒഴിവാക്കാൻ പറ്റും. അതിനാണ് നമ്മൾ പറയാൻ കാരണം കേട്ടോ. അടുത്തെന്ന് പറയുന്നത് നമ്മുടെ ഒരു നിങ്ങൾക്ക് വേണമെങ്കിൽ സെക്കൻഡ് നമ്മൾ പറയാം, നമുക്കിപ്പോൾ ഗാഡ്ജറ്റ്സുകളും കാറുകളും ബൈക്കുകളൊക്കെ കുറേ പേർക്ക് ഇഷ്ടം. എനിക്ക് അത്യാവശ്യം ഇഷ്ടമുള്ള സംഭവമാണ് കാറുകളൊക്കെ. നിങ്ങൾക്ക് സെക്കൻഡ് ഹാൻഡ് മൈൻഡ് സെറ്റ് ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറേ ക്യാഷ് സേവ് ചെയ്യാൻ പറ്റും. അങ്ങനെ കുറേ പേർക്ക് എനിക്കത് അതിനോട് അത്രയ്ക്ക് അങ്ങോട്ട് യോജിപ്പില്ലെങ്കിലും പക്ഷേ നല്ലൊരു സംഭവം തന്നെയാണ് കേട്ടോ. എന്ന് വെച്ചാൽ നിങ്ങളൊരു സെക്കൻഡ് ഹാൻഡ് കാർ നോക്കുകയാണ്, അതിൻ്റെ ഒറിജിനൽ മോഡലിൽ ചിലപ്പോൾ അതിൻ്റെ പകുതി വിലയ്ക്ക് ചിലപ്പോൾ നമുക്ക് സെക്കൻഡ് ഹാൻഡ് അധികം ഓടാത്ത സംഭവങ്ങളൊക്കെ നല്ല ക്വാളിറ്റി നല്ല കണ്ടീഷനുള്ള സാധനങ്ങൾ നമുക്ക് കിട്ടും. അപ്പോൾ നല്ല പോലെ നമുക്ക് സേവ് ചെയ്യാൻ പറ്റും. എന്താ വെച്ചാൽ കാറും ബൈക്കും ഗാഡ്ജറ്റ്സ് എന്നൊക്കെ പറയുന്നതും ഫോണ് അതുപോലെ സംഭവങ്ങളൊക്കെ പറയുന്നത് ഒരു ഡിപ്രിഷിയേറ്റിംഗ് അസറ്റാണ്. അതിൻ്റെ വില കുറഞ്ഞ് വരിക ചെയ്യാം, അല്ലാണ്ട് വില കൂടില്ലല്ലോ. അപ്പോൾ അത് സെക്കൻഡ് ഹാൻഡ് വാങ്ങിച്ചുകൊണ്ട് കുഴപ്പങ്ങളൊന്നുമില്ല. പക്ഷേ അത് ഡിപ്പെൻഡ്സ് അപ്പോൾ നിങ്ങളുടെ വേണമെങ്കിൽ നിങ്ങളുടെ ഒരു നീഡ്സ് അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു മൈൻഡ് സെറ്റിലേക്ക് വേണമെങ്കിൽ വിടാം. പക്ഷേ സെക്കൻഡ് ഹാൻഡ് മൈൻഡ് സെറ്റ് എന്ന് പറയുന്നത് നല്ലൊരു സംഭവമാണ് ക്യാഷ് സേവ് ചെയ്യാൻ കേട്ടോ. അടുത്തെന്ന് പറയുന്നത് നമ്മുടെ നിങ്ങളുടെ സേവിങ്സ് ഉണ്ടല്ലോ, പ്രത്യേകം നിങ്ങൾ SIP ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ RD ചെയ്യുന്നുണ്ട്, ഈ സാധനമൊക്കെ ഓട്ടോമാറ്റ് ചെയ്ത് വെക്കുക. അപ്പോൾ പ്രത്യേകിച്ച് SIP ഒക്കെ നമുക്ക് ഓട്ടോമാറ്റ് ചെയ്യാൻ പറ്റും. അതായത് ഈ നാഷ് ഫോം നാഷ് ഉണ്ട്. ഇപ്പോൾ നമുക്ക് അവരെ സൈറ്റിൽ കൂടെ തന്നെ നമുക്ക് നമ്മുടെ ഡെബിറ്റ് കാർഡ് ഉപയോഗിച്ചിട്ട് നാഷ് ഫോം സൈൻ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നമ്മുടെ ആ ടൈം ആകുമ്പോൾ അത് ഡെബിറ്റ് ചെയ്തോളും. ഈ സാധനം ഓട്ടോമാറ്റിക്കലി ചെയ്ത് എന്താ നമ്മൾ മാനുവലി ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ 2 മാസം ചിലപ്പോൾ നമ്മൾ ചെയ്യും, അത് പിന്നെ അത് മറക്കും, പിന്നെ അത് വിടും. അപ്പോൾ അതുകൊണ്ടാണ് ഈ സാധനം ഓട്ടോമാറ്റ് ചെയ്ത് വെക്കുക. പ്രത്യേകിച്ച് നിങ്ങളുടെ ക്യാഷ് ഇപ്പോൾ ഇൻഫ്ലോ വരുന്ന സമയത്ത് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ആ സമയം ഓട്ടോമാറ്റിക്കലി അത് കട്ട് ചെയ്തിട്ട് ബാക്കിയുള്ള ക്യാഷ് കയ്യിലുണ്ടാവുള്ളൂ. അതായത് ഇപ്പോൾ 1-ാം തീയതി നമ്മുടെ സാലറി വരും, 1-ാം തീയതി തന്നെ ഈ സാധനം വെച്ച് കഴിഞ്ഞാൽ 1-ാം തീയതി ആകുമ്പോൾ അത് സാധനം കട്ടാവും, പിന്നെ ബാക്കിയുള്ള ക്യാഷ് നമ്മുടെ കയ്യിലുള്ളൂ. അത് സേവ് നമ്മുടെ എന്താ പറയുക ചിലവിനുള്ള സംഭവം മാത്രം സാർ. അപ്പോൾ ആ സേവിങ്സ് എന്നുള്ള സാധനം ഓട്ടോമാറ്റിക്കലി ഇവിടെ ചെയ്ത് കഴിഞ്ഞു. അതാണ് പറയുന്നത് ഓട്ടോമാറ്റിക് ചെയ്ത് വയ്ക്കാൻ പറയുന്നത് കേട്ടോ. അടുത്തെന്ന് പറയുന്നത് നമുക്കൊരു നമ്മുടെ ഇൻകം കൂട്ടുക, അതായത് ഒരു സൈഡ് ഇൻകം പാസീവ് ഇൻകം ഉണ്ടാക്കുക. നിങ്ങളുടെ മെയിൻ ജോബ് അല്ലാത്ത സ്ഥിതിക്ക് ഒരു മെയിൻ ജോബ് അല്ലാണ്ട് വേറെ എന്തെങ്കിലും ഒരു പാസീവ് ഇൻകം ഉണ്ടാക്കുക. എന്ന് വെച്ചാൽ ഇപ്പോഴത്തെ കാലത്ത് നമുക്കറിയില്ലല്ലോ ഭയങ്കര പാടാണ്. എന്ന് വെച്ചാൽ അമ്മാരി ഇൻഫ്ലേഷൻസാണ് കയറിക്കൊണ്ടിരിക്കുന്നത്, എല്ലാത്തിനും പ്രൈസ് കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഫുഡ് കഴിക്കണമെങ്കിൽ തന്നെ ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പറഞ്ഞല്ലോ, ഒടുക്കത്ത് ഇൻഫ്ലേഷനാണ്. ഇൻഫ്ലേഷൻ അങ്ങനെ ചാടിയിട്ടാണ് പോകുന്നത്. എല്ലാ കൊല്ലവും ഭയങ്കരമായിട്ടാണ് ഇൻഫ്ലേഷൻ കൂടുന്നത്. പണ്ടത്തെ പോലെ ചെറിയ പോയിന്റ് വെച്ചിട്ട് നല്ല ഇപ്പോൾ കൂടുന്നത്, ഭയങ്കരമായിട്ട് കൂടുന്നത്. പോരാത്തന്നെ ഇപ്പോൾ ഈ യുദ്ധവും ഇനിയിപ്പോൾ നമ്മുടെ ഇപ്പോൾ ഈ യുദ്ധം കാരണം തന്നെ ഇപ്പോൾ നമ്മുടെ ഫ്യൂവൽ പ്രൈസ് ഇപ്പോൾ ഇനി ഹൈക്കാവും. ഫ്യൂവൽ പ്രൈസ് ഹൈക്കായി കഴിഞ്ഞാൽ എല്ലാത്തിനും പ്രൈസ് ഹൈക്കാവും. അപ്പോൾ പറയും വേണ്ടല്ലോ. അപ്പോൾ ഈ മെത്തേഡുകളൊന്ന് ട്രൈ ചെയ്ത് നോക്കാൻ മറക്കണ്ട. നിങ്ങൾക്ക് ഏതെങ്കിലുമൊക്കെ ഇതിൽ കുറച്ച് തന്നെ ഫോളോ ചെയ്ത് തന്നെ നിങ്ങൾക്ക് അത്യാവശ്യം സേവ് ചെയ്യാൻ പറ്റുള്ളൂ. ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ മറക്കണ്ട. നിങ്ങൾക്ക് പറ്റാവുന്ന സാധനങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയാൽ മതി. എല്ലാം ട്രൈ ചെയ്ത് നോക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. ട്രൈ ചെയ്ത് നോക്കാൻ മറക്കണ്ട. എന്നിട്ട് നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാനും മറക്കണ്ട. അപ്പോൾ എന്തായാലും നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. അടുത്തില്ലാണോ? ബൈ.